ുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇസ്ലാം നശിക്കുകയില്ല. ഏതുവരെ? ഗ്വാണ്ടനാമോ തടവറയിൽ പാവപ്പെട്ട അഫ്ഗാനികളെ പിടിച്ചു നിർത്തി അവരുടെ നെഞ്ചിലേക്ക് ബയനറ്റുകൾ ചൂണ്ടുവെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പേപ്പറുകൾ മുറിച്ചു മാറ്റി ക്ലോസറ്റിൽ നിന്ന് മലം വാരാൻ നിർബന്ധിക്കുമ്പോഴും പന്നിക്കാട്ടത്തിന്റെ നടുവിലേക്ക് പാവപ്പെട്ട ഇറാഖികളിലെ തടവിലാക്കപ്പെട്ട നിരപരാധികളും നിരായുധരും നിരാശ്രയരും വിദ്രാവിഹീനരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അമേരിക്കൻ യാങ്കി പട്ടാളം AK-47 എഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് അവരോട് പന്നിമാംസം കടിപ്പിക്കുമ്പോഴും അധിനിവേശത്തിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട ഇറാഖിന്റെ പെൺമക്കളെ മാനഭംഗം ചെയ്യുമ്പോഴും വിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 14 നൂറ്റാണ്ട് മുമ്പ് കത്തിച്ചൊലിക്കുന്ന മരുഭൂമിയുടെ മണൽത്തരിയിൽ തന്റെ ഉള്ളംകാല് ചവിട്ടി ആകാശത്തിന്റെ മുകളിലേക്ക് തന്റെ ത്തിന്റെ ഇരു നയനങ്ങൾ ഉയർത്തി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലയബിലുവന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. രാത്രിയും പകലും ഈ ലോകത്തിന്റെ എവിടം വരെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാമത്താട് കുരു തക്ബീർ. അല്ലാഹു നമുക്ക് കാണാൻ ഭാഗ്യം നൽകട്ടെ. ആകാശവും ഭൂമിയും എവിടം വരെ എത്തുമോ, രാത്രിയുടെ ഇരുട്ട് ലോകത്തിന്റെ ഭൂമിയുടെ മുകളിൽ എവിടെ തട്ടുമോ, പ്രകാശത്തിന്റെ പകലിന്റെ വെളിച്ചം എവിടെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാം കടന്നു പോകാതെ ആര് തകർക്കാൻ ശ്രമിച്ചാലും, ആര് വലിച്ചെറിഞ്ഞാലും, ആര് പ്രവാചകനെ കള്ളനാക്കിയാലും സഹോദരങ്ങളെ ഇസ്ലാം കടന്നു ചെല്ലും. പകലിന്റെ വെളിച്ചം എത്തുന്നത് വരെ ലോകത്തിൽ ആദ്യം പത്രം വായിക്കുന്ന പുജി എന്ന രാഷ്ട്രത്തിൽ പോലും ഇസ്ലാമെത്താട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂര്യപ്രകാശം തട്ടിയ സ്ഥലത്ത് ഈ കലിമത്ത് തൗഹീദത്താട് അല്ലാഹു ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന്, അല്ലാഹു ഈ ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന്, ഈ സൂര്യൻ പടിഞ്ഞാറുദിക്കില്ലെന്ന്, ഈ കഅബാലയം തകരില്ലെന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ കഅബാലയത്തിന് നേരെ അവന്റെ നെഞ്ചു തിരിക്കാട് ഇസ്ലാമിനോടത്ര വെറുപ്പും അറപ്പും നികിഷ്ടതയും വൈരാഗ്യമുള്ളവരും അവന്റെ നെഞ്ച് കഅബാലയത്തിന് നേരെ തിരിക്കാട് ലോകാവസാനം കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിരാശരാകേണ്ട മുസ്ലിമീങ്ങളെ, നിരാശരാകേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ എത്തുക തന്നെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം? എത്താൻ നമ്മൾ പാകപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, യബിലുവന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. പകലും വെളിച്ചവും എവിടെയാണോ എത്തുന്നത് അവിടെയെല്ലാം ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ? ഫയകൂനൻ നുബുവ്വത്തു ഫീകും മാ ശാ അല്ലാഹു അൻ യകൂൻ. അതുകൊണ്ട് ആ പ്രബോധനത്തിന് കാരണമായ അല്ലാഹുവിന്റെ ഇസ്ലാം ദിഗന്ധങ്ങൾ ഭേദിച്ചിട്ട് മാമലകളും അലകടലുകളും കടന്നിട്ടെത്താൻ കാരണമായ എന്റെ നുബുവ്വത്ത് ആ നുബുവ്വത്ത് വന്നപ്പെടല്ലയോ കിസ്റ തകർന്നു പോയത്, കൈസർ തകർന്നു പോയത്, 2000 വർഷമായി കത്തിയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അഗ്നികുണ്ഡം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയത് ആ പ്രിയപ്പെട്ട പ്രവാചകൻ വന്നപ്പോഴല്ലയോ, ആ നുബുവ്വത്ത് വന്നപ്പോഴല്ലയോ. ഇസ്ലാം കടന്നു വരാനുള്ള കാരണമായ നുബുവ്വത്ത് അത് അല്ലാഹു തീരുമാനിക്കുന്നിടത്തോളം കാലം നിലനിൽക്കും.